السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. الحمد لله العلي الواحد العليم الفرد الغني الماجد. ഇന്നലെ തുടങ്ങി വെച്ചതാണ്. ഹംദ്, ശുക്ർ അതിനെ സംബന്ധിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളാണ് പറയുന്നത്. സർവസ്തുതിയും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. എങ്ങനത്തെ അള്ളാഹു? അൽ അലിയി, ഉന്നതസ്ഥാനീയനായ, മഹത്തായ സ്ഥാനവും പദവിയും ഉടയവനായ അള്ളാഹു. അൽ അലിയ് എന്നത് മിനൽ ഉലൂവി, ഉലൂവ് എന്ന മസ്തറിൽ നിന്ന് വരുന്നതാണ് അലിയ് എന്ന സിഫത്ത്. എന്താണ് വഹുവായി ഉലൂവ് എന്ന് പറഞ്ഞാൽ? എന്താ? റിഫ്അത്ത്, മേൽമത്തരം, ഔന്നത്യം. ഫഅസ്ലുഹു, ഈ അലിയ് എന്ന ലഫ്ളിന്റെ അസ്ല്, സഞ്ചാനിലൊക്കെ പറയുന്ന ജാതി അസ്ല് അലീവ് ന. അലിയ് എന്നതിന്റെ അസ്ല് അലീവ്. ഇവിടെ ഇജ്തമാഅത്തിൽ യാഉ വൽ വാവു, ഒരു കലിമത്തിൽ വാവും യാവും ഒരുമിച്ച് കൂടുകയും വസബഖത്ത് ഇഹ്ദാഹുമാ ബിസുകൂനി, അതിൽ ആദ്യത്തേതിന് സുക്കൂനാവുകയും ചെയ്തപ്പോൾ ഫഖുലിബത്തിൽ വാവു യാഅൻ, ലാം കലിമത്തായി വന്ന വാവിനെ യാ ആയിട്ട് മറിക്കപ്പെട്ടു. അപ്പൊ രണ്ട് യാ ആയി. എന്നിട്ട് ഉദ്ഗിമത്ത് ഫീഹ, യാഇനെ യായിൽ ഇദ്ഗാം ചെയ്യപ്പെട്ടു. അപ്പോ അലീവ് എന്നത് അലിയ് എന്നായി മാറിയത്. ലഫ്ളിനെ പറ്റിയാ പറഞ്ഞു. മാനെ വഉലുഹു തആല, അല്ലാഹു തആലയുടെ ഔന്നത്യം, മേൽമത്തരം എന്നൊക്കെ പറയുന്നത് മാനവിയുൻ, ഹിസ്സിയല്ല, മാനവിയാണ്. ഹിസ്സി എന്ന് പറഞ്ഞാല് ഒരാള് ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നു, മറ്റേ ആള് ഫസ്റ്റ് ഫ്ലോറിലുമാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആള് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മേലെ എന്നാ പറയാം. അപ്പോ താഴെയുള്ള സ്ഥലത്തിനേക്കാൾ ഹിസ്സിൽ തന്നെ മേലെയുള്ള ഒരു സ്ഥലത്തുള്ളത്, അപ്പൊ അവിടെ മക്കാന് രാജ്യമാവും. ആ അർത്ഥം അള്ളാഹുവിനെ സംബന്ധിച്ച് മുഹാലാണ്. എന്തുകൊണ്ട്? സ്ഥലവും കാലവും എല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. അള്ളാഹു തആല ഒരു സൃഷ്ടികളിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അപ്പൊ മഖ്ലൂഖായ സമാനിലേക്കോ മഖ്ലൂഖായ മക്കാനിലേക്കോ അള്ളാഹു തആലക്ക് ഹാജത്തില്ല. അപ്പൊ മേലുള്ള സ്ഥലത്താണ് എന്ന് പറഞ്ഞാലും താഴെയുള്ള സ്ഥലത്ത് പറഞ്ഞാലും അള്ളാഹുവിനെ സംബന്ധിച്ച് മുഹാലാണ്. കാരണം അള്ളാഹു തആല സ്ഥലത്തിലേക്ക് ഹാജത്താവുന്നതിന് തൊട്ട് മുഖദ്ദസാണ്. അള്ളാഹു തആലക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ മാനവിയാണ്. മാനവി എന്ന് പറഞ്ഞാല് ഒന്നാം ക്ലാസ്സുകാരനെക്കാട്ടിലും മേലെയാണ് രണ്ടാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞു. അവിടെ മേലെ തട്ടിലാന്നല്ലല്ലോ, മേലെ ദർജയിലാണ്, മേലെ സ്ഥാനത്താണ്. ഡിഗ്രിക്കാരനും മേലെയാണ് PG-ക്കാരൻ എന്ന് പറഞ്ഞു. മേലെ തട്ടിലാണെന്നല്ലല്ലോ. ഡിഗ്രിക്കാരന്റെ പദവിയേക്കാളും ഉയർന്ന പദവിയാണ് PG-ക്കാരന് എന്ന് പറയുന്നത് പോലെ മാനവിയായ ഉരുവാണ്, ഹിസ്സിയായ ഉരുവല്ല. അഥവാ അതിന് ചുരുക്കി പറഞ്ഞാൽ മക്കാനിയായ ഉരുവല്ല, മക്കാനത്തീയായ ഉരുവ. മക്കാനുകാരുടെ സ്ഥലം, മക്കാനത്തുകാരുടെ സ്ഥാനം. അപ്പൊ സ്ഥാനം കൊണ്ടുള്ള മേൽമയാണ്, മേലായ സ്ഥാനം ഉടയവൻ എന്നാണ്. എന്താണ് ഇവിടെ ഈ ഉരുവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന? മാനവിയ ഉരുവ് കൊണ്ട് ഇബാറത്തുൻ അൻ തൻസീഹിഹി തആല അൻ കുല്ലി നഖ്സിൻ, അല്ലാഹു മേലായവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പോരാത്തരത്തിനെ തൊട്ടും ഐബിനെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള
ഐബോ കുറവോ ഇല്ലാത്തവനാണ്, ഐബോ നഖ്സോ ഇല്ലാത്തവനാണ്. അപ്പോൾ എല്ലാത്തരം ഐബിനെ തൊട്ടും എല്ലാത്തരം നഖ്സിനെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. അതാണ് മേലായ സ്ഥാനമുടയവൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോ ഈ അലിയ് എന്ന് പറയുന്ന ഒരൊറ്റ സിഫത്ത് ഫയത്തളമ്മനു അള്ളാഹു തആല അലിയാണെന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുന്നു ഇത്തിസാഫഹു തആല ബിജമീ സിഫാത്തി സുലൂക്. സെൽബിയായ 5 സിഫത്ത് ഉണ്ടല്ലോ, അള്ളാഹു തആലാന്റെ 20 സിഫത്തുകളിൽ വുജൂദ് എന്ന് പറയുന്നത് നഫ്സി എന്ന് പറയും, പിന്നെ ഖിദമ്, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസി, ഖിയാമും ബിൻ നഫ്സി, വഹദാനിയത്ത്, ഇതെല്ലാം സെൽബിയ. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാക്ക് ഖിദമ് എന്നുള്ള സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവനാ, മുമ്പ് ഇല്ലേനി പിന്നെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ഒരു നഖ്സാ. ആ നഖ്സിനെ തൊട്ട് മുഖദ്ദസ. അപ്പൊ എന്നെന്നും ഉള്ളവനാണ്, ഇല്ലായ്മ എന്ന് മുൻകടക്കാത്തവനാണ്, സെൽബാണ്. അത് അല്ലാഹു തആല ജലാലിയത്തിന് മേൽ അറിയിക്കും. അതുപോലെ ബഖാ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ വന്നു ചേരാത്തവനും എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അപ്പൊ ഇല്ലായ്മ വന്നു ചേരുക എന്ന് പറയുന്ന നഖ്സിനെ തൊട്ട് മുഖദ്ദസാണ്. അപ്പൊ എന്നെന്നും നിലനിൽക്കുന്നവനാണ് എന്ന കമാലിയത്തുടയവനാണ്. അതുപോലെ മുഖാലഫത്തുൽ ഹവാദിസി, പടപ്പുകളെ തൊട്ട് എല്ലാ നിലക്കും വ്യത്യസ്തമായവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പടപ്പിനോടും ഒരു നിലക്കും അല്ലാഹു തആല സാമ്യമാവുകയില്ല. അപ്പൊ പടപ്പിനോട് സാമ്യമാവുക എന്ന നഖ്സിനെ തൊട്ട് അല്ലാഹു തആല മുഖദ്ദസാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഖിയാമും ബിൻ നഫ്സി എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നു, മറ്റൊന്നിലേക്ക് ആവശ്യമില്ല അവന്റെ നിലനിൽപ്പിന്. എന്ന് പറഞ്ഞാൽ അവൻ ഒരു വസ്ഫാണെങ്കിൽ ആ വസ്ഫ് നിലനിൽക്കാൻ ഒരു ദാത്ത് വേണം, അങ്ങനെ ദാത്തിലേക്ക് ആവശ്യമില്ല. ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണെങ്കിൽ ഉണ്ടാക്കേണ്ട ഒരാൾ വേണം, അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരാളെ ആവശ്യമില്ല. അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്ന ഒരാളിലേക്കോ നിലനിൽക്കാൻ ആവശ്യമായ ഒരാളിലേക്കോ ആവശ്യമില്ല, എല്ലാം സ്വയം നിലനിൽക്കുന്നവനാണ്. പടപ്പുകളോട് എല്ലാ നിലക്കും വ്യത്യസ്തമായവനാണ്. ഒന്നിലധികം ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒന്നിലധികം തഅദ്ദുദിനെ തൊട്ട് മുഖദ്ദസാണ്. ഇങ്ങനെയുള്ള സെൽബിയായ മുഴുവൻ സിഫത്തുകൾ ഒരുമിച്ച് കൂടുമ്പോഴേ അലിയാവുള്ളൂ. അപ്പൊ ജലാലിയത്തിന്റെ സിഫത്താണ് അല്ലാഹു തആലാന്റെ ഗാംഭീര്യം, കമാലിയത്ത്, അതിൻ്റെയൊക്കെ മേൽ അറിയിക്കും. ഇനി വലക്കാൻ തക്കൂല, വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. ഉലുവുഹു തആല, അല്ലാഹു തആലാന്റെ ഉലുവ് എന്നത് അവൻ മേലായവനാണെന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ തൻസീഹിഹി അൻ കുല്ലി നഖ്സിൻ വത്തിസാഫിഹി ബികുല്ലി കമാലിൻ. ഒരേ സമയത്ത് എല്ലാ പോരാത്തരത്തെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ടവനാണ്, അഥവാ ഒരു പോരാത്തരവുമില്ല. അതോടുകൂടി എല്ലാ സമ്പൂർണതയുമാവുന്ന കമാലിയത്ത് കൊണ്ടും മുത്തസിഫായവനാണ്. അപ്പൊ കമാലിയത്തിന്റെ സിഫത്തുകളെല്ലാം തികഞ്ഞവനും നഖ്സിന്റെ എല്ലാ സിഫത്തുകളെ തൊട്ടും മുഖദ്ദസായവനുമാണ്. അങ്ങനെയും പറയാം. അങ്ങനെ വരുവാൻ 2 തരം സിഫത്തുണ്ട്. അപ്പം അലി എന്ന് പറഞ്ഞത് സെൽബിയ സിഫത്തുകൾ മാത്രമല്ല, ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സമഅ്, ബസർ, കലാം എന്നീ മഅനിയായ സിഫത്തുകൾ അതൊക്കെ കമാലിയത്തിന്റെ സിഫത്താണ്. എന്തൊക്കെ കമാലിയത്തുണ്ടോ ആ കമാലിയത്തെല്ലാം തികഞ്ഞവനാണ്. തന്നെ ഖുദ്റത്തുണ്ടാകുക പറഞ്ഞൊരു കമാലിയത്താണ്, ഇറാദത്ത് എന്ന് പറയുന്നൊരു കമാലിയത്താണ്, ഇൽമ് കമാലിയത്താണ്, ഹയാത്ത്, ബസർ, സമഅ്, കലാം അതൊക്കെ കമാലിയത്താണ്. അപ്പൊ കമാലിയത്തിന്റെ സിഫത്തുകൾ എന്തൊക്കെ ഉണ്ടോ ആ സിഫത്തുകളെല്ലാം കൊണ്ട് മുത്തസിഫായവനാണ്. അപ്പൊ സെൽബിയ സിഫത്തും പെട്ട്, അതോടുകൂടി മഅനിയ സിഫത്തും പെട്ട്. ഈ അലി എന്ന് പറഞ്ഞ ഒറ്റ സിഫത്തിനാണ് പറയുന്നത്, കിട്ടുന്നില്ല. അൽ വാഹിദി, പിന്നെ എങ്ങനത്തവനാണ് അവൻ? അലിയാണ്. അൽ വാഹിദി, വാഹിദാണ് എന്ന് പറഞ്ഞാൽ അൽ മുനസ്സഹ്, അവൻ
പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. അനിശരീക്കി കൂറുകാരെ തൊട്ട്, ഷെയറുകാരെ തൊട്ട്. എന്തില്? ഫിദ്ദാത്തി വസ്സിഫാത്തി വൽ അഫ്ആലി. അല്ലാഹു തആല അവന്റെ പ്രവൃത്തിയിലോ അവന്റെ സിഫത്തിലോ അവന്റെ ദാത്തിലോ ഒരു തരത്തിലുള്ള പങ്കുകാരും ഇല്ലാത്തവനാണ്. അൽ വാഹിദാണ്. ദാത്തിൽ തനിച്ചവനാണ്, സിഫാത്തിൽ തനിച്ചവനാണ്, അഫ്ആലിൽ തനിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ സിഫാത്തിന്റെ വിഷയത്തിലോ ദാത്തിന്റെ വിഷയത്തിലോ അഫ്ആലിന്റെ വിഷയത്തിലോ മറ്റൊരാള് കൂറില്ല. പിന്നെങ്ങനത്തവനാണ്? അൽ ആലിമി, അറിയുന്നവ. എന്തുകൊണ്ട് അറിയുന്ന? ബിമായകൂനു വമാലായകൂനു വമാഹുവ കായിനുൻ. ബിമായകൂനു എന്തൊക്കെ ഉണ്ടാകുന്നു അവനറിയാം, വമാലായകൂനു എന്തൊക്കെ ഉണ്ടാവില്ല എന്നും അറിയാം, വബിമാഹുവ കായിനുൻ നിലവിൽ എന്തൊക്കെ ഉണ്ട് എന്നും അറിയാം. നിലവിൽ എന്തൊക്കെ ഉണ്ട് എന്നും അറിയാം, ഇനി എന്തൊക്കെ ഉണ്ടാവുക എന്ന് അതും അറിയാം, എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളത് അതും അറിയാം. അങ്ങനെയുള്ള അൽ ആലിം, കാമിലായ ഇൽമുടയവനാണ്. പിന്നെങ്ങനത്തവനാണ്? അൽ ഫർദി, അൽ വാഹിദിൽ ഫർദ് എന്ന് അസ്മാഉൽ ഹുസ്നയിൽ പറയുന്നുണ്ടല്ലോ. അൽ വാഹിദിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും പങ്കുകാരെ തൊട്ട് പരിശുദ്ധനാക്കപ്പെട്ടവൻ. അൽ ഫർദ് എന്നാലോ അൽ വാഹിദി ദാതൻ വസിഫാതൻ വഅഫ്ആലൻ. ദാതൻ വസിഫാത്തിൻ വഅഫ്ആലൻ, ദാത്തിനാലും സിഫത്തുകളാലും ഫേലുകളാലും തനിച്ചവൻ. അവന്റെ ദാത്ത് പലത് കൂടി ചേർന്നതല്ല. അതുപോലെ തന്നെ അവന്റെ സിഫത്ത് ഖുദ്റത്ത് രണ്ട് ഖുദ്റത്തില്ല, രണ്ട് ഇറാദത്തില്ല, രണ്ട് ഇൽമില്ല, രണ്ട് സമ്മില്ല, രണ്ട് ബസറില്ല, രണ്ട് കലാമില്ല, ഒക്കെ ഒന്നേ ഉള്ളൂ. അഫ്ആലും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ അഫ്ആല്, അവന്റെ അഫ്ആലിന് ശിബായ ഒരു അഫ്ആല് പടപ്പുകളിൽപ്പെട്ട ആർക്കുമില്ല. അപ്പൊ ദാത്തിലും സിഫത്തിലും അഫ്ആലിലും ഒരുവനായവൻ. മറ്റോതോ വാഹിദ് പറഞ്ഞാൽ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ശരീക്കിനെ തൊട്ട് മനസ്സഹായവൻ. ഇങ്ങനെ വ്യത്യാസം. പിന്നെങ്ങനത്തവനാണ് അൽ ഗനിയ്യി. വലിയ മുത്തലക്കാണ് അവൻ, നിരാശ്രയനാണ്, ആശ്രയരഹിതനാണ്. അൽ ഗനിയ്യി അൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ തൊട്ടും ഐശ്വര്യമായവനാണ്. അല്ലാഹു തആലാക്ക് നിലനിൽക്കാൻ ഒരു സ്ഥലം വേണ്ട, അല്ലാഹു തആലാക്ക് ഒരു കാലം വേണ്ട, അല്ലാഹു തആലാക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തടി വേണ്ട, അല്ലാഹു തആലാനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ട, ഒന്നും വേണ്ട. അൽ ഗനിയ്യി അൻ കുല്ലി ഷൈ. ആകയാൽ ഫലാ യഫ്തഖിറു ഇലാ മഹല്ലിൻ, അല്ലാഹു തആലാക്ക് ഖായിമാകാൻ ഒരു മഹല്ലിന്റെ ആവശ്യമില്ല. അങ്ങനെ അല്ലാഹു തആല ഒരു വസ്ഫാണെന്ന് വന്നാൽ ആ വസ്ഫ് ഖായിമാകാൻ ഒരു ജൗഹർ വേണ്ടി വരും. അങ്ങനെ ഒരു മഹല്ലിലേക്ക് അല്ലാഹു തആലാക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല ദാത്താണ്. വലാ മുഖസ്സിസിൻ, അല്ലാഹു തആല സ്വയമുള്ളവനാ. അപ്പൊ മറ്റൊരാള് ഒരു ഫായിലിന്റെ തഖ്സീസിലേക്ക് ആവശ്യമില്ല. ഉണ്ടാകാവുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒരു മുഖസ്സിസ് വേണം. അള്ളാഹു വാജിബുൽ വജൂദ് ആയതുകൊണ്ട് അവനെ മുഖസ്സിസിന്റെ ആവശ്യമില്ല. മുഖസ്സിസിനെ തൊട്ടിട്ടും അവൻ പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. വലാ മുഈനിൻ, അല്ലാഹു തആലാനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ സഹായിക്കുന്ന ഒരു സഹായിയിലേക്കും ആവശ്യമില്ല. സ്വയം പര്യാപ്തനായ വലിയ മുത്തലഖാൻ. വലാ വസീരിൻ, ഒരു മന്ത്രിമാരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. വലാ ഗൈരി ദാലിക എന്നല്ല, സഹായത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു തരത്തിലുള്ള ഒരാളിൽ നിന്നിട്ടുള്ള സഹായത്തിലേക്കും ആവശ്യമില്ലാത്ത വലിയ മുത്തലഖാണ്. ചുരുക്കത്തിൽ ഫൽ മുത്തലഖ്, അല്ലാഹു തആല വലിയ മുത്തലഖാണെന്ന് പറഞ്ഞ ഗിനാ മുത്തലഖ് എന്നത് യതളമ്മനു, ആ സിഫത്ത് ഉൾക്കൊള്ളുന്നു, ഇത്തിസാഫഹു തആല, അല്ലാഹു തആല വസ്ഫുടയവനാണ് എന്ന്, ബിജമീഇ സിഫാത്തിൽ സൽബിയത്തി വൽ കമാലിയത്തി, കമാലിയത്തിന്റെയും സൽബിയത്തിന്റെയും മുഴുവൻ സിഫത്തുകളെ കൊണ്ടും അല്ലാഹു തആല മുത്തസിഫാണ് എന്ന് പറഞ്ഞ അർത്ഥാണ് അൽ ഗനിയ്യുൽ മുത്തലഖാണ് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഫൽ ഗിനൽ മുത്തലഖു യതളമ്മനു ഇത്തിസാഫഹു തആല ബിജമീഇ സിഫാത്തിൽ സൽബിയത്തി വൽ കമാലിയത്തി. പിന്നെ എങ്ങനത്തവനാണ് അവൻ? അൽ മാജിദി. എന്താണ് ഈ മാജിദിന്റെ അർത്ഥം? മജിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖീല മഅനാഹു, ഈ മാജിദ് എന്നതിന്റെ അർത്ഥം അൽ കരീം,
വലിയ ഔദാര്യവാനാണ്. അൽ വാസിഅത്ത, വിശാലമായി ദാനം ചെയ്യുന്നവനാണ്. അതാണ് മാജിദിന്റെ ഒരർത്ഥം. ഖീല, വേറൊരർത്ഥം പറയുന്നുണ്ട്, അശ്ശരീഫുൽ അളീം, വലിയ ഉന്നതസ്ഥാനീയനും വലിയ മഹത്വമുടയവനുമാണ്. ഏതായാലും രണ്ടും പറ്റും. ഇനി പറയട്ടെ, വലാ യഖ്ഫ, അവ്യക്തമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമാണല്ലോ. മാ ഫീ ഹാദൽ ബൈത്തി, അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് അൽ അലിയിൽ വാഹിദിൽ ആലിമിൽ ഫർദിൽ ഗനിയിൽ മാജിദ് എന്നിങ്ങനെ സിഫ്ത്ത് പറഞ്ഞതിലുള്ളത് എന്താണത്? മിൻ ബറാഅത്തിൽ ഇസ്തിഹ്ലാൽ, ഈ ബൈത്തിലുള്ള ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ. ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്നത് ലഫ്ദ് ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചാൽ ജീവനുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കുട്ടിയുടെ ആ പ്രസവിച്ച് വരുന്ന സമയത്തുള്ള ആ കരച്ചിലെ അട്ടഹാസം, അതാണ് അസ്ൽ ഇസ്തിഹ്ലാൽ എന്ന് പറയുന്നത്. ഇവിടെ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ പറഞ്ഞാൽ ശേഷം പരാമർശിക്കപ്പെടാൻ പോകുന്ന അസ്ൽ മൗദൂ ആവുന്ന വിഷയം ഇന്നതാണെന്ന് മുൻകൂർ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾക്കാണ് ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല് തുടങ്ങിയതും അതിൻ്റെ അനുബന്ധങ്ങളുമായ ഇഅ്തിഖാദിയായ വിഷയങ്ങളാണ് ഈ കിതാബിൽ പരാമർശിക്കാൻ പോകുന്നതെന്നും അതിൽ ഏറ്റവും മുഖ്യമായത് അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്നും ഈ ബൈത്തിലൂടെ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന നിലക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.